വ്യത്യസ്തമാർന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാം. ഇത് നമുക്കായി പരിചയപ്പെടുത്തുന്നു റീന മാർട്ടിൻ. നമുക്ക് ഫിനിക്സ് പേപ്പർ വെച്ചിട്ട് ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിനിക്സ് പേപ്പർ തന്നെ, പിന്നെ അതിനാവശ്യമുള്ള ഫ്ലവർ മേക്കിംഗ് വയർ, പിന്നെ ഫ്ലോറൽ ടേപ്പ്, പിന്നെ ത്രെഡ്, സിസേഴ്സ്, ഗ്ലൂ, നമുക്ക് സാധാരണ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതുപോലൊരു കട്ടിങ് എടുത്ത് വയ്ക്കാം. ഇതുപോലൊരു ഇത് ഈസി അല്ലേ, ഇപ്പോൾ നോക്കി വരയ്ക്കാനേ ഉള്ളൂ. ഏകദേശം ഒരു 2.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചുമ്മാ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ അത് ഇതിലേക്ക് വെച്ചിട്ട് തന്നെ ഫിനിക്സ് പേപ്പർ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്രൂസ് ഇങ്ങനെ ആയിരിക്കും, ലെങ്ത് വൈസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് വരയ്ക്കാൻ നേരത്ത് ഇതുപോലെ വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഓരോന്ന് വരച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അതിന് ഫിനിഷിങ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വെച്ചിട്ട് തന്നെ കട്ടിങ്സ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയായാലും കുഴപ്പമില്ല. ഒരു 6-7 പെറ്റൽസ് തുടങ്ങി അതുമ്പോൾ നമുക്കൊരു 20-22 പെറ്റൽസ് വരെ ഒരു ഫ്ലവറിന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അത് നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് എത്ര ആ ഫ്ലവറിന് സൈസ് വേണം അതനുസരിച്ച് നമുക്ക് പെറ്റൽസ് എടുക്കാം. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് വലിക്കും. ഇത് ഫിനിക്സ് പേപ്പറാണ്, അപ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ വലിച്ചെടുക്കുക. ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മളിതിൻ്റെ ബാക്കിലേക്ക് ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ഫോൾഡ് ചെയ്താൽ മതി. ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു പെറ്റൽ റെഡിയായി. വളരെ ഈസി ആയിട്ട് ചെയ്യാം, കാരണം ഒരു പെറ്റൽ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ കുറച്ച് അധികം പെറ്റൽസ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഇതുപോലെ റെഡിയാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ നടുവിലേക്ക് ഒരു പീസിന് വേണ്ടി ഇതിപ്പോൾ ഒരു സ്ക്വയർ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ ഫിനിക്സ് പേപ്പർ വെച്ചിട്ട് തന്നെ എന്നിട്ട് ഫ്ലവർ മേക്കിംഗ് വയർ എടുക്കുക. ഇപ്പോൾ ഞാൻ മീഡിയം സൈസ് വയറാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. കുറച്ച് തിക്കായാലും കുഴപ്പമില്ല, പക്ഷേ ഇത് മീഡിയം സൈസ് ആകുമ്പോൾ നമുക്കിങ്ങനെ അറ്റമൊക്കെ ഒന്ന് ബെൻഡ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം നമ്മൾക്ക് ഒരു സ്റ്റെമിന് എത്ര ലെങ്ത്ത് വേണം അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതനുസരിച്ച് ഞാനൊരു കമ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അറ്റം ഒന്നിങ്ങനെ പതുക്കെ വളച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ശകലം കോട്ടൺ എടുക്കാം. കോട്ടൺ വെച്ചിട്ട് ഈ പീസിനെ നമ്മളിങ്ങനെ കോണോട് വെക്കണം. ഇതുപോലെ കോണാക്കി വെച്ചിട്ട് വൺ സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തിട്ട് അറ്റം ഇങ്ങനെ അങ്ങോട്ട് ചുരുക്കിയെടുക്കാം. നമുക്ക് ഈ മോൾ ഭാഗം മാത്രം കിട്ടിയാൽ മതി. ഇത് നമ്മൾ നടുക്ക് വയ്ക്കുന്ന പീസാണത്. ഒരു ഫ്ലവറിൻ്റെ നടുക്ക്, ഇപ്പോൾ റോസ് ആയതുകൊണ്ട് റോസ് ഫ്ലവറിൻ്റെ നടുക്കാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അതിങ്ങനെ ഒരു ബഡ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ത്രെഡ് എടുത്തിട്ട് അതിനെ കെട്ടണം. ഇത് ത്രെഡ് നമ്പർ 10 ആണ് ഞാൻ യൂസ് ചെയ്യണത്. കാരണം നമ്പർ 10 ആകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവർ മേക്കിങ്ങിന് നല്ലത് അത് തന്നെയാണ്. നമ്മൾ മറ്റ് സാധാരണ ത്രെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിച്ചു ചുറ്റുമ്പോഴത്തേക്കും പൊട്ടിപ്പോവും. അപ്പോൾ എപ്പോഴും ഇത്രയും തിക്കായിട്ടുള്ള നമ്പർ 10 മേടിച്ചിട്ട് അത് തന്നെയാണ് നല്ലത്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ലൂപ്പ് ഉണ്ടാക്കി നമ്മളതിനെ കെട്ടണം അവിടെ. പിന്നെ നടുക്കത്തെ പീസ് നമുക്ക് റെഡിയായി. ഇനി നമ്മൾ ഓരോ പെറ്റൽസ് വെച്ചിട്ട് കെട്ടി കൊടുക്കും. ഇപ്പോൾ പെറ്റൽ വെക്കുമ്പോൾ വല്ലാണ്ട് ഇത് അങ്ങ് ഉള്ളിലോട്ടായി പോകരുത്, അത് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചിട്ട് ഓരോ പെറ്റലിനെയും നമ്മൾ കെട്ടി കൊടുക്കണം. നമ്മൾ ഒരുമിച്ച് പെറ്റൽസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അത് വിട്ടുപോകും. അപ്പോൾ ഓരോന്നും കെട്ടിയിട്ട് അടുത്തത് അങ്ങനെ വെക്കണം. ഇനി നമ്മൾ അടുത്ത പെറ്റൽ എടുത്തിട്ട് അരികിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഓപ്പോസിറ്റ് ഒന്നും വെക്കണ്ട, നമ്മളിങ്ങനെ സൈഡിൽ വയ്ക്കുക. മറ്റേ പെറ്റലിനെ കുറച്ച് ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ സൈഡിലായിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവറിന് 3 ശരിക്കും ബഡ് പോലെ ഇരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു 5, 6 അല്ലെങ്കിൽ 7 അത്രയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് സാമാന്യം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് വരും. പിന്നെ നമുക്ക് കൂടുതൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു 22 പെറ്റൽസ് വരെ നമുക്ക് വേണമെങ്കിൽ വെച്ച് പോകാം. ഇപ്പോൾ ഏകദേശം ഒരു 6 പെറ്റൽസ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ മതിയാവും. ഒരു ഫ്ലവറിൻ്റെ വലിപ്പം ആവശ്യത്തിനായിട്ടുണ്ട്. നമുക്കിത് സ്റ്റോപ്പ് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കാലിക്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ കാലിക്സ് വയ്ക്കുമ്പോൾ നമ്മൾ ഗ്രീൻ ഫിനിക്സ് പേപ്പറിൽ തന്നെ ഗ്രീൻ പേപ്പറിൽ നമ്മൾ കാലിക്സ് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നോക്കിയിട്ട് വേണം എത്ര കാലിക്സ് എന്ന് വെച്ചാൽ 4 എണ്ണം സാധാരണ 4 ആയിരിക്കും എപ്പോഴും വരുന്നത്. വലിയ ഫ്ലവറൊക്കെ ആണെങ്കിൽ ഒരു 5 എണ്ണം വരെ നമുക്ക് എത്ര വേണ്ടതെന്ന് നോക്കിയിട്ട് അടിയിൽ ഇത് കൂടി തന്നാൽ മതി. മുകളിലേക്ക് നമ്മൾക്ക് ഇത്ര 4-5 എണ്ണൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഇങ്ങനെ കാലിക്സ് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം അത്. അപ്പോൾ കാലിക്സ് വയ്ക്കുമ്പോൾ നമ്മൾ അറ്റം ഒന്ന് വളച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഗ്ലൂ ഇടുമ്പോൾ നമ്മളിതാ ഇവിടെ വരേക്ക് മുകളിൽ വരെ ഗ്ലൂ ഇങ്ങോട്ട് വെച്ച് തേച്ച് കൊടുക്കണം. ശരിക്കും അതിങ്ങനെ ഒട്ടി നിൽക്കണം. അറ്റത്ത് മാത്രം ഒന്നിങ്ങനെ നിവർന്ന് നിന്നാൽ മതി. അപ്പോൾ അത്രയും പശയിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതവിടെ ഉണക്കാൻ മാറ്റി വെച്ചിട്ട് നമുക്കിതിന് ലീഫ് എടുക്കാം. ലീഫ് എടുക്കുമ്പോൾ സെയിം ഫിനിഷ് പേപ്പറിൽ തന്നെ നമ്മൾ ഇത് ലീഫിൻ്റെ ഇതുപോലെ കട്ടിങ്സ് റെഡിയാക്കി വയ്ക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നെ ഇതിപ്പോൾ റോസിൻ്റെ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ അറ്റത്ത് നമുക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് ക്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അരികു വഴി ഇതാ ഇങ്ങനെ ചെയ്താൽ മതി. റോസിൻ്റെ ലീഫായതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യണത്. ചെറുതായിട്ടൊന്ന് ക്രിങ്കിൾ ചെയ്ത്, അതല്ലെങ്കിൽ സിക്സ് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ഫിനിഷിങ് ഇതിനായിരിക്കും. എന്നിട്ട് നമ്മൾ വെച്ചിട്ട് കമ്പി ആ ലീഫിൻ്റെ ലെങ്ത്തിനേക്കാളും ശകലവും കൂടെ കൂട്ടിയെടുക്കണം. നമുക്ക് സ്റ്റെമ്മിന് ആവശ്യമായ ലെങ്ത്തും കൂടെ കൂട്ടിയെടുത്തിട്ട് ഇത് ആവശ്യത്തിന് ലെങ്ത് ഉണ്ട്. ഇപ്പോൾ ഇവിടം വരെ നമുക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെമ്മിനുള്ള കമ്പിയുണ്ട്. ഇതിങ്ങനെ എടുത്ത് നമ്മൾ ഇതുപോലെ സ്ട്രിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് ഫിനിക്സ് പേപ്പർ തന്നെ ഗ്രീൻ കളർ സ്ട്രിപ്പ് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ലീഫിൻ്റെ ഒരു സൈഡിൽ ഫെവിക്കോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കമ്പി നമ്മൾ അവിടെ വെച്ച് കൊടുക്കണം. ആ ഫെവിക്കോൾ ഇട്ട ആ ഏരിയയിൽ കമ്പി വെച്ചിട്ട് നമ്മൾ വേറെ പീസ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തില്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് നടുക്ക് കമ്പി ആവശ്യമുണ്ട്. അപ്പോൾ അത് കമ്പി നമ്മൾ ഒട്ടിക്കണം. അപ്പോൾ അത് നമുക്കത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിലൊരു പീസും കൂടെ ഒട്ടിച്ച് കൊടുത്ത് അതിനെ റെഡിയാക്കി എടുത്ത് കട്ട് ചെയ്ത് ഭംഗിയാക്കി എടുത്ത് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലവറിന് 2-3 ലീഫ് അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. അത് എത്ര എണ്ണമൊന്നും അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത്രയും ലീഫ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫിനെ നമ്മൾ ഫ്ലവർ ടേപ്പ് ചുറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഫ്ലവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫ്ലവറിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഉണങ്ങിയിട്ട് ടേപ്പ് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് എവിടേക്കാണ് ലീഫ് വെക്കേണ്ടേ അവിടെ എത്തുമ്പോഴത്തേക്കും പതുക്കെ അതിനോട് കൂട്ടി ഇങ്ങോട്ട് ചുറ്റി കൊടുക്കണം. അപ്പോൾ അതിന് ഭംഗിയുണ്ടാവും. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്തായാലും. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇതാ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഇത്തിരി പെറ്റൽസ് എടുത്തിട്ടുണ്ട്. ഒരു 20-22 പെറ്റൽസ് വരെ എടുത്തിട്ടുണ്ട്. ഇതൊരു 8 എണ്ണമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് കുറേ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് തന്നെ ഫ്ലവേഴ്സിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.